ഒന്ന് ആലോചിക്കുക. നിങ്ങളൊക്കെ കുറേ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയക്കാരെന്ന് 5 പൈസ വരുമാനം ഇല്ലാതെ വെറുതെ മറ്റേ വെള്ള കുപ്പായോട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരാണ്. ചേട്ടാ, ഈ പറയുന്ന 2000 എക്സ്ട്രാ അടയ്ക്കണം, പിന്നെ വേറെ എന്തൊക്കെ സംഭവങ്ങളെന്ന് പറയുന്നു. അവരിങ്ങനെ പറയുന്നു. ഇല്ല, അത് പറ്റില്ല, താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങൾ പറയണ PCC ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പൈസ അടയ്ക്കാൻ തയ്യാറാണ്. അവിടെ ഈ പറഞ്ഞ കുറേ നികുതികളും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യവർ? മറുപടി പറയേണ്ട സർക്കാരാണ്. നമസ്കാരം. ഈ പിച്ച ചട്ടിയിൽ കൈയിട്ട് വരെ നമ്മൾ കേട്ടിട്ടുള്ളൂ, കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന ഓട്ടോക്കാർക്ക് വേണമെങ്കിൽ പിടിച്ചു പറിയോ കൊലപാതകമോ അക്രമമൊക്കെ നടത്താം. ആരെന്ന് ചെയ്യാതെ വീട് കുടുംബം നോക്കാൻ വേണ്ടി ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ്. ഈ പറഞ്ഞ ഇത്രയും കത്തിക്കാണുന്ന വെയിൽ ഒരു ഓട്ടോ ഓടിച്ച് അല്ലെങ്കിൽ ഓട്ടോ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വെയിലായിരിക്കും, എന്ത് ചൂടായിരിക്കും എന്നറിയാം. അവരുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരുന്നൊരവസ്ഥ അത് കണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, എന്താ അവസ്ഥ ചേട്ടത്? അവസ്ഥ എന്ന് പറഞ്ഞാൽ 10-35 വർഷമായി ഇവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. അന്ന് 10 പൈസ ഇവിടെ കൊടുക്കണ്ടായിരുന്നു. അവസാനം ഇവിടെ ഒരു പാർട്ടി വന്ന് പാർക്കിംഗ് എടുത്തപ്പോൾ അയാളായിട്ട് 10 രൂപ ഡെയിലി കൊടുക്കണമെന്ന് പറഞ്ഞു. ഓട്ടോക്കാർ സാധാരണ കൊടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമായിട്ട് അയാൾ RPF വിളിച്ചു വരുത്തി. അന്ന് RPF വന്നിട്ട് പറഞ്ഞ് ഇവിടെ ഓടുന്നവരെ എല്ലാവരും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് RPF റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊടുക്കണം. വണ്ടിയുടെ രേഖകളെല്ലാം കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ കൊടുക്കണം. പിന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം പോലീസ് സ്റ്റേഷൻ കൊടുക്കണം. ഇതെല്ലാം ഞങ്ങളെല്ലാവരും കൊടുത്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊടുത്ത് 660 രൂപ അന്ന് പോലെ അടയ്ക്കുകയാണ് 6 മാസത്തേക്ക്. അതായത് മാർച്ച് 31 ഒക്ടോബർ 31 അങ്ങനെ 2 ടേണായിട്ടാണ് അടയ്ക്കുന്നത്. അടച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടച്ചിട്ടിരിക്കുന്നത്. പിന്നീട് വന്നിട്ട് GST വന്നെന്നും പറഞ്ഞിട്ട് അത് 790 ആക്കി. എന്തായാലും നിങ്ങൾ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അവരെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം ലേറ്റ് ആക്കി കഴിഞ്ഞാൽ 50 രൂപ, 2 ദിവസം ലേറ്റായ 100 രൂപ, 3 ദിവസം ലേറ്റായ 150, അങ്ങനെ 50 രൂപ വെച്ച് നമ്മൾ പെനാൽറ്റി നമ്മൾ അടച്ചിട്ടുണ്ട്. അതും അടച്ചു. മാത്രമല്ല 790 രൂപ ആയിട്ട് ഇങ്ങനെ നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ജനപ്രതിനിധിയുടെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ MLA ഉണ്ട്, നിങ്ങളുടെ മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, അതിപ്പോഴാണല്ലോ സീരിയസ് ആയി. അങ്ങനെ കാരണം ഇപ്പോഴും ഈ PCC 6 മാസം കൂടുമ്പോൾ എടുക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മളെ കൊണ്ട് താങ്ങൂല. അവിടെയും കൊണ്ട് അടയ്ക്കണം. 900 രൂപ അക്ഷയിലും അടയ്ക്കണം. ഇവരിപ്പോൾ എന്ന് പറഞ്ഞാൽ 957 ആക്കി. അത് ജനുവരിയിൽ വന്നിട്ട് പറഞ്ഞ് 3 മാസം അരിയർ അടയ്ക്കണം. എന്തിനാ അരിയർ 78 രൂപ അടയ്ക്കണമെന്ന്. ഇപ്പോൾ 78 എന്ന് പറയുമ്പോഴത്തേക്ക് 6 മാസത്തേക്ക് 156 ആയി. അപ്പോൾ 790 156 കൂടെ ഈ മാർച്ച് 31 അടയ്ക്കണം. ഇത് കൂടാതെ 900 രൂപയോളം പോലീസ് സ്റ്റേഷന് PCC എടുക്കാൻ കൊടുക്കണം. ഇവിടെ ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഇപ്പോൾ ഒരു ലേഡി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അവർ ചെയ്തതെന്നല്ല ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അവർ പറയുന്ന മോളെന്നുള്ള ഉത്തരവ് അവർ അനുസരിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ പറയണ PCC ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പൈസ അടയ്ക്കാൻ തയ്യാറാണ്. അവിടെ അത് അവരോടും പറഞ്ഞിട്ടുണ്ട്. PCC വന്നതിന് ശേഷം ഞങ്ങളിത് അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ PCC എടുക്കണമെന്ന് നിർബന്ധം പറയുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് എന്താ എടുക്കാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മളിത് ആദ്യം കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അത് 6 മാസം കൂടുമ്പോൾ ഇപ്പോൾ എടുക്കും. നേരത്തെ ഒരു പ്രാവശ്യം എടുത്താൽ മതി. കാശുകളുണ്ടോ? 900 രൂപ അതിനാവും. അതിന് 900 കൊടുക്കണം. ഇപ്പം ഇവിടെ 900 കൊടുക്കണം 6 മാസം കൂടുമ്പോൾ. പിന്നെ റെയിൽവേക്ക് 900 രൂപ കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് ഒരു 2000 രൂപ 1800 രൂപ ഒരു വർഷം ഫീ ആയിട്ട് വരുന്നുണ്ട്. 1400 രൂപ ആവും. ഒരു വർഷം 3400 രൂപ നമ്മളിവിടെ അടയ്ക്കണം. നമുക്കിവിടെ ഒരു ദിവസം ഒരു 500 രൂപ ഒരു ട്രെയിനിൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അവർക്ക് ഈ 3600 രൂപ നമ്മൾ കൊടുക്കും? നമുക്ക് ഡെയിലി ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഇവിടെ നിർത്തുന്ന ട്രെയിനിൽ നിന്ന് ഓട്ടം കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് ഇത് പ്രസ്തുതം. ഒത്തിരി മുന്നേ ഞങ്ങൾ വന്നേ കാണാമായിരുന്നു. ഈ 12 വണ്ടിയും ഇവിടെ നിരന്ന് അങ്ങ് ബാക്കറി വരെ കിടക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 ട്രെയിൻ വന്നപ്പോഴാണ് ഈ വണ്ടികൾ പോയിട്ട് ഞാൻ പോയത്. അതാണ് ഞങ്ങൾ എതിര് പറയുന്നത്. വേറെ ഒന്നും ഞങ്ങൾ എതിര് പറയുന്നില്ല. ഇതിവിടെ തിരുവനന്തപുരം ഈ കടയ്ക്കാവ് റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ വണ്ടികൾ നിർത്തുന്നതും കൂടുതൽ ആൾ ഇറങ്ങുന്നതും വർക്കല. ഇഷ്ടം പോലെ ആൾ ഇറങ്ങുന്നതും അവിടെ ഒരു വണ്ടി 2000 രൂപ കൂടുതൽ ഓടും. അവിടെ ഒരു പരിപാടിയേ ഇല്ല. എന്തായാലും ഒരു കാര്യം ആലോചിക്കണം. ഈ പറയുന്ന ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിടിച്ചു പറിക്കും അക്രമത്തിനും പോകാതെ മര്യാദയ്ക്ക് ഓട്ടോ എടുത്തല്ലേ കൂലിക്ക് ഓടിച്ചിട്ട് ജീവിതം പുലർത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ ഇത്രയും വലിയ അക്രമവും ഈ പറയുന്ന നിയമങ്ങളും ഈ പറയുന്ന ഇത്രയും എന്താ പറയുക നികുതിയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക. നിങ്ങളൊക്കെ കുറേ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയക്കാരെന്ന് 5 പൈസ വരുമാനം ഇല്ലാതെ വെറുതെ മറ്റേ വെള്ള കുപ്പായോട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരാണ്.
അവരുടെ മുമ്പിലേക്ക് ഞാൻ ഈ വാർത്ത സമർപ്പിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ ജീവനക്കാരാണ്, നമ്മുടെ സ്വന്തം ബ്രദേഴ്സാണ്. അവരൊക്കെ കരഞ്ഞ് പറയാണ് വയ്യ, നിവർത്തിയില്ലാന്ന്. ഈ വെള്ള കുപ്പായം വിട്ട് കിടക്കുന്ന ആൾക്കാരൊന്ന് ആലോചിക്കുക. കാരണം അവനൊന്നും ഒരു പണിയെടുക്കുന്നില്ല, ഒരാളൊരു പണിയെടുക്കുന്നില്ല. ഈ പറയുന്ന ആൾക്കാർ ഈ ഒരു വെയിലത്ത്, നമുക്ക് തന്നെ അറിയാം, നമ്മളെ വെയിലത്ത് നമ്മൾ ഓരോ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്, അറിയാം. ഇത്രയും വിയർത്ത് കുളിച്ച് നമ്മൾ വാർത്ത ചെയ്യുന്നത്. ആ സമയത്ത് ഇവർ ഓട്ടോട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരെ മുമ്പിൽ ഈ പറഞ്ഞ കുറേ നികുതികളും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യുക? മറുപടി വരേണ്ട സർക്കാരാണ്. വിസ്മയസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.